ഞങ്ങളെ ജീവിതത്തിൽ ഇന്നേ വരെ തിന്നാത്ത 3 സാധനങ്ങൾ കേട്ടോ. ആ 3 സാധനം. ഞങ്ങൾ ഇന്നേ വരെ ഇത് കഴിച്ചിട്ടില്ല കേട്ടോ. ഇതിന്റെ വില കേട്ടാൽ നമുക്ക് തരും. നമ്മൾ ഇതിന്റെ വില കേട്ടാൽ നമുക്ക് തിന്നാൻ തോന്നില്ല. പക്ഷെ ഞങ്ങൾ ഇന്നലെയും കൂടെ ഇത് യൂട്യൂബിൽ കണ്ടിട്ടുള്ളൂ. കുട്ടി ജീവിതത്തിൽ തിന്നില്ല, ഞാനും ജീവിതത്തിൽ തിന്നിട്ടില്ല. അതായത് ഇതിന്റെ വില കേട്ടാൽ നമുക്ക് തിന്നാൻ തോന്നില്ല കേട്ടോ. 300-350 രൂപ കണ്ടിട്ട് അതിന്റെ വില 1 കിലോയ്ക്ക് പറഞ്ഞത്. എന്നിട്ട് എനിക്ക് ആഗ്രഹം കൊണ്ട് ഞങ്ങൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ട് കൊതി കാരണം ഞങ്ങൾ ഇത് 4 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഈ സാധനത്തിന് ഒരെണ്ണത്തിന് 60 രൂപ 70 രൂപ കണ്ടിട്ട് ഒരെണ്ണത്തിന്റെ വില കേട്ടോ. ഞാൻ ഒരെണ്ണം വാങ്ങിയിട്ടുള്ള കൂടുതലൊന്നും വാങ്ങിയിട്ടില്ല, കൂടുതൽ വാങ്ങിയ പൈസ ഇല്ല. പിന്നെ ഈ സാധനം ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ. കടേന്റെ മുന്നിലൊക്കെ തൂക്കിയിട്ട് കണ്ടിട്ടുണ്ട്, പക്ഷെ കഴിച്ചിട്ടില്ല. വാങ്ങി തിന്നോക്കുമ്പല്ലേ വെറും ചവർപ്പാണ് കേട്ടോ. ചവർപ്പാണ്, എന്നാലും കുഴപ്പമില്ല, എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടില്ല ഫ്ലേവർ. ഈ സാധനം അങ്ങനെ പൊട്ടിക്കണ്ടെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അങ്ങനെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല അതിന്റെ ഫ്ലേവർ. നോക്കട്ടെടി, തിന്നോട്ടാ. ഒരു മധുരാണ് കേട്ടോ, ഒരു പുളി മധുരം കേട്ടോ. അതിനകത്തല്ലേ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല, നല്ല കുഴപ്പമില്ലാത്തൊരു ഫ്ലേവർ കേട്ടോ. ഇതിന്റെ തോടം തിന്നാൻ പറ്റില്ല കേട്ടോ, ഉള്ളത്തെ സാധനം മാത്രമേ തിന്നാൻ പറ്റുള്ളൂ. ഇതിനിപ്പോൾ പൊന്നൂസിനാണ് കേട്ടോ ഒരെണ്ണം. എന്നാലും ഇനിയിപ്പോൾ അത് കുഞ്ഞാപ്പൂന് കൊടുത്തു. ഇനി ഇത് ഞാനും ഷാമാട്ടനും കൂടെ പീസാക്കട്ടാ. അന്നേരം ഇതെന്താ സംഭവം എന്നുള്ളത് കഴുകിയിട്ടില്ല, കഴുകിയിട്ട് വെച്ചിട്ടാ. ഇപ്പൊ തോല് ചെത്തിയിട്ടാണോ തിന്നണ്ടേ, തോല് ചെത്താണ്ടാണോ തിന്നണ്ടേ എന്നൊന്നും അറിയില്ല കേട്ടോ. ആപ്പിള് മാതിരി ഉണ്ട്. സബർജല്ലിന്റെ വേറൊരു സംഭവമാണ് എന്നാണ് ആ കടക്കാരൻ പറഞ്ഞത്. ഇത് ചെത്തിയിട്ടാണോ ചെത്താണ്ടാണോ തിന്നണ്ടേന്നൊന്നും അറിയില്ല കേട്ടോ. നല്ല മണല്ലേ, നല്ല മണം. പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല മധുരം ഉണ്ട് കേട്ടോ. അതായത് സംഗതി സൂപ്പർ ആയിട്ടുണ്ട്. പക്ഷെ ഒരെണ്ണത്തിന്റെ വില 90 രൂപയ്ക്കൊന്നും മേടിക്കാൻ കഴിയില്ല കേട്ടോ, മുതലാവില്ല. എന്തായാലും ഇങ്ങനെ ജീവിതത്തിൽ തിന്നാത്ത സാധനങ്ങൾ വല്ലപ്പോഴൊക്കെ ഒന്ന് പറ്റുന്ന സമയത്തൊന്ന് വാങ്ങി തിന്നണം. കാരണം പിന്നീട് നമുക്ക് തിന്നാൻ നമ്മളുണ്ടാവുമെന്ന് അറിയില്ല. ഞാൻ അങ്ങനെ ഒരാളാണ് കേട്ടോ. ഈ കഴിക്കണം തോന്നിക്കഴിഞ്ഞാൽ എപ്പോഴെങ്കിലുമൊക്കെ എനിക്ക് സാധിക്കുമ്പോൾ വാങ്ങി കഴിക്കും. അതുപോലെ 1-2 എണ്ണം